ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് നിൽക്കല്ലേ മക്കളെ. അപ്പൊ നമ്മുടെ എക്സാം അടുക്കാനായി അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റായി നിൽക്കുകയാണോ? അപ്പൊ നമുക്ക് പരീക്ഷയ്ക്കുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ കുറിച്ചാണ്, ദാറ്റ് മീൻസ് ഏത് സെക്ഷനാണ്, എത്ര മാർക്കിനാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയാവോ? 8 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 8 മാർക്കിന്റെ എസ്സേസ് എങ്ങനെ എഴുതണം, എങ്ങനെയാണ് എസ്സേ റൈറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാതെ മക്കള് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും, അതൊന്ന് പോയി കാണാം. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേടാ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? The electoral system in India faces a number of challenges like communalism, influence of caste, criminals, money, muscle power. അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ആര് ഫേസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിലെ ഇലക്ടോറൽ സിസ്റ്റം ഫേസ് ചെയ്യുന്നുണ്ട്. The election rules are to be modified to deal with these negative forces, such as the reform to be implemented to streamline the election process in India. ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സ് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓരോന്നായിട്ട് നമുക്ക് പറയാം. സോ ഇവിടെ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്തത് നമുക്കൊരു ഡാർക്ക് കളറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? സോ ഈ ഒരു കളർ ഓക്കെ അല്ലേടാ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താ നോക്കണേ. മിസ് പറയുന്ന സമയത്ത്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ നമ്മളിപ്പം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇപ്പം മിസ് ഇവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതേപോലെ നിങ്ങൾ സൈഡ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഒരു അണ്ടർലൈൻ ചെയ്യുക. ഇതിന് നേരെ എഴുതണ്ട, താഴെ ആയിട്ട് എഴുതിയാൽ മതി. ഇതിപ്പോൾ മിസ് നേരെ കൊടുത്തതാണ്. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടില്ലേ, ഹെഡിങ് മേലെ ആൻസർ താഴെ, ആ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, യെസ്. ഇപ്പൊ തൽക്കാലത്തെ മിസ് ഇങ്ങനെ വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാടാ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എന്താടാ പറയുന്നത്, ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന എല്ലാ ആളുകളും എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു മോഡൽ കോഡ് ഓഫ് കണ്ടന്റ് ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെങ്ങനെയായിരിക്കണം, സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത്. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവരുടെ അടുത്ത് പറയണം എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. യാതൊരു തരത്തിലും നിങ്ങൾ വയലേഷൻസോ കാര്യങ്ങളോ നടത്തരുത്. ഈവൻ വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഹെവി പെനാൽറ്റീസ് ഉണ്ടാവും എന്നുള്ള കാര്യം അവർ പറഞ്ഞ് മനസ്സിലാക്കുക. സോ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്തായിരിക്കണം, സ്ട്രിക്റ്റ് ആയിട്ട് അത് എൻഫോഴ്സ് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ വെറും പേപ്പർ കടലാസിൽ മാത്രമാവാതെ അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരണം. സോ ഫസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് വൺ എന്താ ചോദിക്കുന്നത്, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. മക്കളെ, ബാർ കാൻഡിഡേറ്റ് വിത്ത് സീരിയസ് ക്രിമിനൽ കേസസ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ. ഇപ്പം ഒരുപാട് ആളുകൾ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്, പക്ഷേ ക്രിമിനൽസിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇലക്ഷനിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. ഈവൻ ചെറിയ ഒരു പെറ്റി കേസ് ആണെങ്കിൽ കൂടെ അവരെ ഒന്നും എന്ത് ചെയ്യരുത്, ഇലക്ഷന്റെ ഭാഗമാക്കാൻ പാടില്ല. അവരെന്തോ ഒരു ക്രൈം ചെയ്തതുകൊണ്ടാണല്ലോ അവർ ജയിലിൽ കിടന്നത്, പോലീസ് പിടിച്ചത്. സോ ആ ഒരു ക്രിമിനലിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തെ നമ്മളെ പ്രതിനിധിയായിട്ട് നമ്മൾ ഒരിക്കലും ഇലക്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവകാശവും കൊടുക്കരുത്. ആൻഡ് സെക്കൻഡ് വൺ എന്താ പറയുന്നത്, ഇലക്ടോറൽ ബോണ്ട് റിഫോം ആ മക്കളെ. ഇൻക്രീസ് ട്രാൻസ്പെറൻസി ഇൻ പൊളിറ്റിക്കൽ ഫണ്ടിങ് ബൈ റിവീലിംഗ് ഡോണർ ഐഡന്റിറ്റി ആൻഡ് ക്യാപ്പിംഗ് ഡൊണേഷൻ. മക്കളെ, ഈ മണി പവർ എന്താ കൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷനിൽ ABC എന്ന് പറയുന്ന പാർട്ടികളുണ്ട് വിചാരിച്ചോ. എക്ക് ഇലക്ഷന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ ഫണ്ട് 50,000 ആണെങ്കിൽ ബിക്ക് 1 ലക്ഷവും സിക്ക് 2 ലക്ഷവും കിട്ടി. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയ ആർക്കാണ്? സിക്കാണ്. അപ്പം സീനെ വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെയും ബിന്റെയും പ്രവർത്തനം എന്തായിരിക്കും, മണി കുറവായതിന്റെ പേരിൽ അവരുടെ പ്രവർത്തനം അത്രത്തോളം അവർക്ക് നടത്താൻ സാധിക്കില്ല. എന്നാൽ സീന്റെ കേസിലോ ഒരു ബൾക്ക് എമൗണ്ട് കിട്ടിയതുകൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. പണം കൊടുത്ത് വോട്ടേഴ്സിന് വാങ്ങാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് എത്ര പണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലവഴിക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ
എവിടുന്നാണ് ഇവർക്ക് ഈ ഒരു സോഴ്സ് ഓഫ് ഇൻകം, ആരാണ് ഈ ഡൊണേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡാക്കി വെക്കണം. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യണം. ദെൻ അടുത്തതോ ഇന്നർ പാർട്ടി ഡെമോക്രസിയ. എൻകറേജ് പൊളിറ്റിക്കൽ പാർട്ടി ടു അഡോപ്റ്റ് ട്രാൻസ്പെറന്റ് ആൻഡ് ഡെമോക്രാറ്റിക് പ്രോസസ് ഫോർ കാൻഡിഡേറ്റ് സെലക്ഷൻ. ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ഡെമോക്രസിയാണ് ഇന്നർ പാർട്ടി ഡെമോക്രസിയാണ്. ഇപ്പം നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അവർക്ക് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിന്റെ ഭാഗമാകാനും കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനെയാണ് ഇന്നർ പാർട്ടി ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. കാസ്റ്റ് ആൻഡ് കമ്മ്യൂണലിസം. മക്കളെ, ഇലക്ഷനിൽ ഒരിക്കലും വരാൻ പാടില്ലതാണ് കാസ്റ്റും അതേപോലെ കമ്മ്യൂണലിസം. എന്താ കമ്മ്യൂണലിസം? വർഗീയത എന്ന് പറയില്ലേ. അപ്പൊ ജാതിയുടെ പേര്, നമ്മൾ ഇന്ന ജാതിക്കാരാണ്, അപ്പൊ ഈ ജാതി വരണമെങ്കിൽ വോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ഇതൊക്കെ പണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂമായിരുന്നു ഞാൻ. പക്ഷെ ഒരു ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ ജാതിയിൽപ്പെട്ടവരാണ്, അപ്പൊ ഈ പാർട്ടീനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ആക്ച്വലി ഉള്ളതാണ്, ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ളതാണ്. നമ്മൾ ഈ ജാതിയിലുള്ള ആളാണ്, അപ്പൊ ഈ ജാതിയിലുള്ള ആളുകൾക്ക് വോട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളത്. അത് റോങ് ആയിട്ടുള്ള ഒരു തോട്ടാണ് മക്കളെ. ഒരിക്കലും നമ്മൾ ഒരു ജാതിയുടെ പേരിൽ നമ്മൾ ഒരു ജാതിക്കാർക്ക് വോട്ട് കൊടുക്കാനും പാടില്ല. അതേപോലെ ജാതി പറഞ്ഞ് വോട്ട് വാങ്ങാനും എന്ത് ചെയ്യാനില്ല, പാടില്ല. സോ കമ്മ്യൂണലിസം, ഈ വർഗീയതയൊക്കെ ഉണ്ടാകുന്ന ഈ ജാതിയിൽ നിന്നാണ്. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്താണ്, ആന്റി ഹേറ്റ് സ്പീച്ച് ഒക്കെ നമ്മൾ നടത്തുക. ലോനെ കുറിച്ചിട്ട്, അതേമാതിരി വോട്ടേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. ദെൻ ഇങ്ങനെയുള്ള കമ്മ്യൂണലിസം ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇലക്ഷനിൽ നമ്മൾ വോട്ട് തേടുന്നത് തെറ്റാണെന്നുള്ള ഒരു കാര്യം, ഒരു ആന്റി സ്പീച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് കൊടുക്കാം. വോട്ട് ചെയ്യുന്ന ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറെ റിഫോംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പറയുന്നത് മണി പവർ ആണ് മക്കളെ. ഈ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഇവർക്ക് എത്രയാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്, വരുമാനം എത്രയാണ് വരുന്നത്, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ ഇത് ഒരു നിയമം കൊണ്ടുവരിക, ഈ ഒരു എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാളൂ, ഇലക്ഷന്റെ സമയത്ത് ചെലവഴിക്കാൻ പാടുള്ളൂ. അത് മാത്രം എന്ത് ചെയ്യുക, ചിലവഴിക്കുക. അല്ലാതെ അതിൽ കൂടുതൽ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചിലവഴിക്കാൻ പാടില്ല. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, മക്കള് നോട്ട് ചെയ്യുക. അപ്പൊ ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു റിഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. അടുത്തത് മക്കളെ പറയുന്നത് മസിൽ പവർ ആണ്. പല ആളുകളും ഇവരെ ഓരോ ആളുകളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇവരെ തന്നെ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, അങ്ങനെ മസിൽ പവർ കാണിച്ചിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടും കാര്യങ്ങളൊക്കെ വരും. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. എവിടെയൊക്കെയാണോ അത് നടക്കുന്നത് അവിടെയൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ ഒരു ട്രൂ ഡെമോക്രസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് എന്താണെടാ, വോട്ടർ എഡ്യൂക്കേഷൻ അവയർനെസ്. പല ആളുകൾക്കും മക്കളെ, ഇപ്പൊ ഈ വയസ്സായ ആളുകൾക്ക് ഒന്നും വോട്ട് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അവരെങ്ങനെ നമ്മൾ തോളിലൊക്കെ ഏറ്റിയിട്ടും അതേപോലെ തന്നെ വണ്ടികളിലൊക്കെ കൊണ്ടുവരുന്ന കാണുന്നില്ല. അപ്പൊ ഇവർക്കൊക്കെ ആർക്കാണ് വോട്ട് ചെയ്യുന്നറിയോ? ഇല്ല, അവര് വന്നിട്ടാ ഏതെങ്കിലും പാർട്ടിക്കാരോട് അമ്മേ ഇതാണ്, അല്ലെങ്കിൽ അച്ഛാ ഇതാണെന്ന് പറയുമ്പോൾ, ഉപ്പ അതാണ്, ഉമ്മ അതാണെന്ന് പറയുമ്പോൾ അവിടെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, നെക്കിയിട്ട് അവരൊന്ന് പോകുന്നു. അപ്പൊ ഏജായുള്ള ആളുകളൊക്കെ നമുക്കത് ഓക്കെ എന്ന് വിചാരിക്കും, കാരണം അവർക്ക് അതേ അറിയത്തുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, വോട്ടേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്താണ് ഇലക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് ആളുകളെ ഇലക്ഷൻ എന്നൊക്കെ മാറി നിൽക്കും, ഞാൻ വോട്ട് ചെയ്തിട്ട് എന്താന്നുള്ളത്. അപ്പം ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക, നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് അവയർനെസ് നമ്മൾ കൊടുക്കുക. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മക്കളെ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിന്റെ റിഫോം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിൽ പറയാനുള്ളത്. സോ ഇവിടെ 8 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഓരോ പോയിന്റ്സും എന്ത് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. ഇതിൽ പറഞ്ഞതിനെക്കാട്ടും കൂടുതലായിട്ട് എഴുതണം, എന്നാൽ മാത്രമേ 8 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയില്ലേ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകല്ലേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെടാ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു റൈറ്റ് ആണ്. സോ ഇതിനെക്കുറിച്ച് ഒരു എസ്സേ തയ്യാറാക്കാനാണ് പറയുന്നത്.
ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പ്രധാനമായും 6 അവകാശങ്ങളാണുള്ളത്. ഈ 6 അവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെ പോകാം? കോടതിയിൽ, അതായത് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയാം. ആദ്യത്തെ മക്കളെ റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഒരു സ്ഥലത്ത് ജനിച്ചു എന്നതിന്റെ പേരിലോ, ഇന്ന ആണാണ് പെണ്ണാണ് ഒരു സെക്സിന്റെ പേരിലോ, റേസിന്റെ പേരിലോ, വർഗത്തിന്റെ പേരിലോ, റിലീജിയന്റെ പേരിലോ, ജാതി മത വർഗ വർണ്ണത്തിന് അതീതമായിട്ടാണ് നിയമങ്ങൾ അല്ലെ. സോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിരോധിച്ചുകൊണ്ട്, പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ മക്കളെ പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണെന്ന് മിസ് പറഞ്ഞല്ലോ. ഇത് ഓരോന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ റിലീജിയൻ, ക്രേസ്, കാസ്റ്റ് അതൊക്കെ 14, 15, 16 അങ്ങനെ വരുന്നതാണ്. അപ്പൊ എന്റെ മക്കളെ എസ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അവിടെ കൊടുക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ റൈറ്റ് ടു ഫ്രീഡത്തിലേക്ക് പോകാം. ആർട്ടിക്കിൾ 19 മുതൽ ഏത് വരെയാണ്? 22 വരെയാണ് ആരുള്ളത്? നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഉള്ളത്. സോ ഇവിടെ ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം ആണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വിത്തൗട്ട് ആംസ് ഒന്നും ഇല്ലാതെ നമുക്ക് അസംബിൾ ചെയ്യാൻ സാധിക്കും, അസോസിയേഷൻസ് ഫോം ചെയ്യാൻ സാധിക്കും. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടറിൽ തന്നെ 6 അവകാശങ്ങൾ മക്കളെ വരുന്നുണ്ട്. അതിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതേപോലെ തന്നെ ഫ്രീഡം ടു എക്സ്പ്രഷൻ, നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും, അസോസിയേഷൻസ് രൂപീകരിക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള താൽക്കാലികമായിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ഏത് ഒക്യുപ്പേഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ റൈറ്റ് ടു ഫ്രീഡത്തിൽ പറയുന്നതാണ്. ഇനി അടുത്തത് മക്കളെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനാ, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ആർട്ടിക്കിൾ 23-ലും 24-ലുമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തില്, അതേപോലെ തന്നെ ബാലവേല, കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ട് ഫോഴ്സ്ഡ് ലേബർ, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആർട്ടിക്കിൾ ഏത് 22 മുതൽ 24 വരെ പറയുന്ന റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണം ചെയ്യാനുള്ള അവകാശമല്ല, റൈറ്റ് അഗെയിൻസ്റ്റ്, ചൂഷണത്തിന് എതിരായുള്ള അവകാശം. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മക്കളെ ഇവിടെ പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഏത് മതം വേണമെങ്കിലും എന്ത് ചെയ്യാം? സ്വീകരിക്കാം, അത് പ്രൊഫസ് ചെയ്യാം, ടീച്ച് ചെയ്യാം, പ്രിപ്പഗേറ്റ് ചെയ്യാം, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് അവകാശങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനുണ്ട്. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള മത രാജ്യമല്ല, മതേതര രാജ്യം അല്ലെ, സെക്കുലർ കൺട്രി, മതത്തിന് അതീതമായിട്ട് എല്ലാ മതങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അഞ്ചാമത്തെ അവകാശം എന്താ? കൾച്ചറൽ എഡ്യൂക്കേഷൻ റൈറ്റ്സ്. മക്കളെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൾച്ചറൽ മൈനോറിറ്റി, സാംസ്കാരികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. സോ അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൈനോറിറ്റി വിഭാഗത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു റൈറ്റ് ആണിത്. സോ അവരെ ലാംഗ്വേജ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും അവർക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഒക്കെ റണ്ണ് ചെയ്യാനുള്ളത് ആ ഒരു അവകാശമുണ്ട്. അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളണം എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഫൈനൽ റൈറ്റ്സ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി. ആർട്ടിക്കിൾ 32-ലാണ് മക്കളെ ഇത് പറയുന്നത്. ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാർട്ടും സോളുമായിട്ട് പറയുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. കാരണം ഇത്രയും അവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൈറ്റ്സ് വെച്ചിട്ടാണ് നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. ഈ ഒരു റൈറ്റ്സിലൂടെ, ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിലൂടെ 5 റിട്ടുകൾ ആര്? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഉത്തരവിറക്കും. അതിനെ തുടർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള റൈറ്റ്സുകളാണ് മക്കളെ ഇവിടെ കാണുന്നത്. പക്ഷേ എപ്പോഴും മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്തുണ്ട്? റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് മക്കളെ. എന്താണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ്? എന്തിനാ ഈ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്? അവകാശങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരു ഫൈൻ എക്സാമ്പിൾ മിസ് പറയാം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞല്ലോ, എനിക്ക് അവകാശമാണ്, എൻ്റെ അവകാശമാണ്
എൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, എൻ്റെ അല്ല ആരുടെ ഒരു ഫോട്ടോ എടുക്കുക എൻ്റെ അവകാശമാണ്. അത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക എൻ്റെ റൈറ്റ്സ് ആണ്. എൻ്റെ ഒരു വ്യൂസും എൻ്റെ എക്സ്പ്രഷനും ആണല്ലോ, നമ്മളെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമുക്കുണ്ടല്ലോ. അത് വിചാരിച്ച് മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യതയിൽ കടന്നു ചെന്ന് അവരുടെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താ പറയുന്നത്, ഫ്രീഡം നമുക്ക് ഉണ്ട്, പക്ഷേ അത് ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ ഫ്രീഡത്തിൽ കയറി ഇടപെട്ടാവരുത്. ഒരിക്കലും ഫ്രീഡം എന്ന് പറയുന്നത് മറ്റൊരാളുടെ അവകാശത്തെ, മറ്റൊരാളുടെ ഫ്രീഡത്തെ ഹനിക്കുന്ന രീതിയിലാകരുത്. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൂടെയുള്ളത്, റീസണബിൾ റെസ്ട്രിക്ഷൻസും കൂടെ ഇതിനൊപ്പം ചേർത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 എസ്സേയും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 8ഉം 8ഉം യെസ് പറഞ്ഞേ, 16 മാർക്ക് നമുക്ക് കിട്ടിയേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. മക്കളെ, ഇവിടെ ഇലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? ഇലക്ഷൻ പ്രൊസീജിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഇലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ നമുക്കറിയാം ഇലക്ഷൻ നടത്തുന്നത് ആരാണടാ? ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത് അല്ലെ? ആരാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത്. അതിനെന്തൊക്കെ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും? എന്തൊക്കെ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കും പറഞ്ഞേ? യെസ്, ആ ഘട്ടങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഡെലിമിനേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡെലിമിനേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. കോൺസ്റ്റിറ്റ്യുവൻസീസ് പറയുമ്പോൾ അങ്ങോട്ട് മാറിപ്പോയത് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ദാറ്റ് മീൻസ് നിയോജക മണ്ഡലങ്ങളിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം തന്നെ ചെയ്യാം മക്കളെ, നിയോജക മണ്ഡലങ്ങളെ ഡിവൈഡ് ചെയ്യും. അത് എത്രത്തോളം, ഇപ്പം ABCD എന്ന് പറയുന്ന 4 നിയോജക മണ്ഡലം ഉണ്ട്. Aല് 50 പേര്, Bയില് 60 പേര്, Cയില് 80 പേര്, Dയില് 100 പേര്. ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പൊ എന്തു ചെയ്യും? ഈ ഡെലിമിനേഷൻ കമ്മീഷനാണ് ഈ 4 നിയോജക മണ്ഡലത്തിലും ഈക്വൽ ആയിട്ടുള്ള ആളുകളെ ആക്കും. അപ്പം ഒരു നിയോജക മണ്ഡലത്തിൽ 100, മറ്റതിൽ 200, അടുത്തതിൽ 300, അങ്ങനെയില്ല. എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ട് ആളുകളെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആര്? ഈ ഡെലിമിനേഷൻ കമ്മീഷൻ. ഡെലിമിനേഷൻ കമ്മീഷനാണ് നിയോജക മണ്ഡലങ്ങളെ, കോൺസ്റ്റിറ്റ്യുവൻസീസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഡെലിമിനേഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. ആരുടെ റെക്കമെൻഡേഷൻ? നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അവരുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം ഡെലിമിനേഷൻ കമ്മീഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. ദെൻ അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ. ഓരോ വർഷം കഴിയുമ്പോൾ ഇലക്ടോറൽ റോൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ വർഷം ഇൻ ദ സെൻസ് 5 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഇലക്ഷൻ നടക്കുന്നത്. സോ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് 15 വയസ്സാണ്. അടുത്ത ഇലക്ഷനിൽ ആ കുട്ടിക്ക് 20 വയസ്സായില്ലേ? ഒബ്വിയസ്ലി ആ കുട്ടിക്ക് എന്തെങ്കിലും 18 വയസ്സ് കഴിഞ്ഞാൽ ഇലക്ഷനിൽ ഭാഗമാകാം. പക്ഷെ ഫസ്റ്റ് ഇലക്ഷനിൽ ആ കുട്ടിക്ക് ഭാഗമാകാൻ പറ്റില്ല, 15 വയസ്സേ ഉള്ളൂ. അപ്പൊ രണ്ടാമത് ഇലക്ടോറൽ റോൾ തയ്യാറാക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ പേര് കൂടെ അവിടെ വരും. രാമു എന്ന് പറയുന്നതാണ് പേരെങ്കിൽ രാമു എന്ന് വരും. അങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യും? കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഓരോ 5 വർഷം കൂടുമ്പം ഇത് അപ്ഡേറ്റ് ചെയ്ത് എലിജിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതാണ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ? നോട്ടിഫിക്കേഷൻ ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ ഇന്ന തീയതിയാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കും. എന്നിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് 3ാമത്തെ പ്രോസസ്സ്. 4ാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന കാൻഡിഡേറ്റ് എന്ത് ചെയ്യുന്നത്? നോമിനേഷൻസ് ഫയൽ ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് അവരെന്ത് ചെയ്യും? നോമിനേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവർ സബ്മിറ്റ് ചെയ്യും. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ നോമിനേഷൻസ് ഒക്കെ കൃത്യമായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യും, വെരിഫൈ ചെയ്യും. ഇവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ, ഏതെങ്കിലും ഇൻവാലിഡ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതിനുശേഷം വിഡ്രോവൽ ഓഫ് കാൻഡിഡേറ്റ്. ഇലക്ഷനിൽ നോമിനേഷൻ ഒക്കെ കൊടുത്ത് പിന്നെ എനിക്ക് മത്സരിക്കേണ്ട എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടല്ലോ. സോ അവർക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റ് കൊടുക്കും. അതാണ് വിഡ്രോവൽ ഓഫ് കാൻഡിഡേറ്റ്. നെക്സ്റ്റ് എന്താണ്? അലോട്ട്മെന്റ് ഓഫ് സിമ്പിൾ. ഇപ്പൊ സ്വതന്ത്ര പാർട്ടികളൊക്കെ മത്സരിക്കുന്നുണ്ടാവും, മേ ബി അവർക്കൊന്നും സിമ്പിൾസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പാർട്ടികൾക്കൊക്കെ സിമ്പിൾസ് അവരെന്ത് ചെയ്യും? അലോട്ട് ചെയ്യും. ഇപ്പൊ നാഷണൽ പാർട്ടീസ് ആണെങ്കിൽ ഓൾറെഡി ഉണ്ടാവും, അല്ലാത്ത ആളുകൾക്ക്. ദെൻ
ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പോൾസ് കണ്ടക്ട് ചെയ്യുക. ഇലക്ഷൻ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് നടത്തും. അതിനുശേഷം വോട്ട് ചെയ്ത കാൻഡിഡേറ്റിൻ്റെ ഒക്കെ ബാലറ്റ് പേപ്പർ കളക്ട് ചെയ്ത് എത്ര വോട്ടാണ് ഇവർക്ക് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവർ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം ദെൻ ഇതുകൂടാതെ ഇലക്ഷൻ കമ്മീഷൻ എൻഷ്യൂർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടന്റ്, അതേപോലെ വോട്ടേഴ്സിന് എഡ്യൂക്കേഷൻ നൽകുന്ന പ്രോഗ്രാംസ് നടത്തുക, ഇലക്ടോറൽ റിഫോംസ് ഇംപ്ലിമെന്റ് കൃത്യമായിട്ട് അതിന് ഇംപ്ലിമേഷൻ നടക്കുക, സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്, പീസ്ഫുൾ ആയിട്ടുള്ള പോളിംഗ് നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന എസ്സേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ 24 മാർക്ക് നമ്മൾ എന്ത് ചെയ്തു, കിട്ടിയില്ല, 24 മാർക്ക് നമുക്ക് നേടാൻ സാധിച്ചു. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. അപ്പൊ എൻ്റെ മക്കൾക്ക് ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വേണമെങ്കിൽ, ഏതെങ്കിലും കോണ്ടന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കോണ്ടന്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള അടുത്ത സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.